ചിറ്റൂരിലെ വോട്ടർമാർക്ക് നന്ദി അറിയിച്ച് മണ്ഡലത്തിലെ പരാജയപ്പെട്ട സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി മുരുകദാസ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിറ്റൂരിലെ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച അഡ്വക്കേറ്റ് വി മുരുകദാസ് 6510 വോട്ടിന്റെ വ്യത്യാസത്തിലാണ് പരാജയപ്പെട്ടത്. UDFന്റെ പിന്തുണയോടെ മത്സരിച്ച മുരുകദാസിന്റെ അപരന് കിട്ടിയത് 6984 വോട്ടാണ്. പേരും ചിഹ്നവും സമാനമായതിനാൽ വോട്ടർമാർ ആശയക്കുഴപ്പത്തിലായതാണെന്നും തനിക്ക് വോട്ടർമാർ നൽകിയ വോട്ടുകളാണ് അപരന്റെ പേരിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് എന്നും തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം അഡ്വക്കേറ്റ് വി മുരുകദാസ് പ്രതികരിച്ചിരുന്നു. തനിക്ക് പിന്തുണ നൽകിയ വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി അറിയിക്കുന്നതിനായാണ് മുരുകദാസ് 2 ദിവസങ്ങളിലായി മണ്ഡലത്തിൽ പര്യടനം നടത്തിയത്. LDF ചിറ്റൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പര്യടനം ചിറ്റൂർ അണീക്കോട് ജംഗ്ഷനിൽ സമാപിച്ചു. രാഷ്ട്രീയം പറഞ്ഞ് തോൽപ്പിക്കാൻ കഴിയാത്തവർക്ക് മറ്റു മാർഗമില്ലാതെയാണ് അപരനെ മത്സരിപ്പിച്ചതെന്ന് അഡ്വക്കേറ്റ് വി മുരുകദാസ് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ബഹുഭൂരിപക്ഷം ആളുകൾ വോട്ട് രേഖപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചത് കഴിഞ്ഞ 10 വർഷക്കാലം ഈ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ തുടരണം എന്ന് കരുതി തന്നെയാണ്. വികസനം എന്നുള്ളത് ഒരു പ്രക്രിയയായി. കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടെ നടന്ന വികസന പ്രവർത്തനങ്ങൾ ഏതെങ്കിലും നേതാക്കന്മാർ മാത്രം ആലോചിച്ച് തീരുമാനിച്ചവയല്ല. ഈ നാടിന്റെ താല്പര്യങ്ങൾ മനസ്സിലാക്കി വിവിധ വിഭാഗം ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞ് അവരുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് ഉദ്യോഗതലത്തിൽ ചർച്ച നടത്തി എങ്ങനെയാണ് ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുക എന്ന് ചിന്തിച്ച് അത് പ്രകടന പത്രിക രൂപത്തിൽ പുറത്തിറക്കി ജനങ്ങളുടെ ഇടയിൽ വിതരണം ചെയ്തുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 10 വർഷം ഈ നാട്ടിൽ വികസനം നടപ്പിലാക്കുക. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം, ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ ഇവിടുത്തെ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജാതിമത ചിന്തകൾക്കപ്പുറം ഓരോ കുടുംബത്തിലെയും അംഗമായി, കൂടപ്പറപ്പായി, സഹോദരനായി, മകനായി നാടിലെ ജനങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് അവരുടെ ക്ഷേമത്തിന്, വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി സുഖദുഃഖങ്ങളിൽ പങ്കാളിയായി പ്രവർത്തിക്കുമെന്നാണ് പറഞ്ഞത്. ആ വാക്കുകൾ ഞാൻ ഇപ്പോഴും ആവർത്തിക്കുകയാണ്. അതിനൊരു മാറ്റവും ഇപ്പോഴും സംഭവിച്ചിട്ടില്ല. അതിൽ ഒരൊറ്റ മാറ്റമേ ഉള്ളൂ, തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്ന വാക്കുകൾ തിരുത്ത്. തെരഞ്ഞെടുക്കപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെയൊക്കെ ഇവിടുത്തെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ കൂടപ്പുറപ്പായി നിന്നുകൊണ്ട് ഇവിടുത്തെ ഈ നാട്ടിലെ ജനങ്ങളുടെ സുഖദുഃഖങ്ങളിൽ പങ്കാളിയാവാൻ ഞാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഉണ്ടാവുമെന്ന് ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി ഉറപ്പു നൽകുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിലെ വിജയപരാജയങ്ങളല്ല ജനക്ഷേമ പ്രവർത്തനങ്ങളെ നിർണ്ണയിക്കുന്നത്. എന്നും എപ്പോഴും ജനങ്ങളുടെ ഒപ്പം അവരുടെ പ്രശ്നങ്ങളിൽ സക്രിയമായി ഇടപെട്ടും അവരുടെ അവകാശങ്ങൾക്കായി പോരാടിയും LDFന്റെ പ്രവർത്തകർ മുന്നോട്ടു പോകുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചെയർമാൻ R. ശിവപ്രകാശ്, കൺവീനർ K. ചെന്താമര എന്നിവർ നേതൃത്വം നൽകി. UTV ന്യൂസ്, പാലക്കാട്.